ഇതാണ് ഇന്നത്തെ ഔട്ട്ഫിറ്റ്. ഒരു ടീഷർട്ട് ആൻഡ് സ്കേർട്ട്, ഒരു കാഷ്വൽ ഔട്ട്ലുക്കാണ്. സോ നമുക്കിനി മേക്കപ്പിലേക്ക് പോവാം. ഫസ്റ്റ് ഞാൻ അപ്ലൈ ചെയ്യുന്നത് മോയ്സ്ചറൈസറാണ്. ഇത് ആയോ ഹെർബൽസ് ബ്രാൻഡിൻ്റെ ഒരു മോയ്സ്ചറൈസറാണ്. ഒരു ഫേവറേറ്റ് ആട്ടോ. ഇതെല്ലാ സ്കിൻ ടൈപ്പിനും പറ്റുന്നതാണ്. റിച്ച് ഇൻ വൈറ്റമിൻ ഇ ഒക്കെയാണ്. സോ നമുക്കിത് അപ്ലൈ ചെയ്യാം. നെക്സ്റ്റ് ലിപ്പ് മോയ്സ്ചറൈസർ ചെയ്യാനായിട്ട് മാമ എർത്തിൻ്റെ ലിപ് ബാം ആയിട്ട് എടുത്തിട്ടുണ്ട്. ഇതിന് പ്രത്യേകിച്ച് കളറൊന്നുമില്ല കേട്ടോ. ദാറ്റ്സ് ഇറ്റ്. ഇനി നമുക്ക് ഇമ്പോർട്ടൻറ്റ് സ്കിൻ കെയറിൽ ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പായിട്ടുള്ള സൺസ്ക്രീനാണ് അപ്ലൈ ചെയ്യുന്നത്. ഇത് അക്ലോജിക്കിൻ്റെ ഗ്ലോ ഡ്യൂയി സൺസ്ക്രീനാണ്. വൈറ്റമിൻ സി ഒക്കെ ഉണ്ട്. സോ 2 റോൾ വെച്ചിട്ടാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. 2 ഫിംഗർ റൂൾ. നെക്സ്റ്റ് ഞാൻ കളർ പാലറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. കളർ പാലറ്റ് ഇന്ന് യൂസ് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ കണ്ടോ, ഒരു വലിയൊരു പാട് വന്നിട്ടുണ്ട്. ഒരു കുരു വന്നിട്ടുള്ള പാടാണ്. സോ അതൊന്ന് കവർ ചെയ്യാനായിട്ട് ഞാൻ ഇന്ന് ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ ഡെയിലി പർപ്പസിന് ഇത് യൂസ് ചെയ്യാറില്ല കേട്ടോ. പക്ഷെ ഇന്ന് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ വീഡിയോ എടുക്കല്ലേ ഇത്. സോ ഫസ്റ്റ് ഞാൻ ഓറഞ്ച് അപ്ലൈ ചെയ്തു. ലൈറ്റായിട്ട് അപ്ലൈ ചെയ്താൽ മതി കേട്ടോ. ഓറഞ്ച് അപ്ലൈ ചെയ്തതിന് ശേഷം അതിൻ്റെ ടോപ്പ് ലെയർ ആയിട്ട് ഇതാ ഈ ഒരു ഷെയ്ഡ് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഫേസിലിങ്ങനെ ഡാർക്ക് സ്പോട്ട്സും പാടും ഒക്കെ കവറപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സാധനം ബെസ്റ്റാണ്. ഇത് കളർ പാലറ്റ് ആണ്. ഞാൻ ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ്. അപ്പോൾ ഇതിന് ലിങ്ക് വേണമെങ്കിൽ പറയൂ. ഞാൻ കമൻറ്റ് ബോക്സ് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഡിഫറെൻറ്റ് കളർ വേരിയൻസും സൈറ്റിൽ അവൈലബിൾ ആണ്. കണ്ട ജസ്റ്റ് ഒന്ന് കവർ ആയില്ലേ. അപ്ലൈ ചെയ്യുന്നത് ഒരു ഫൗണ്ടേഷനാണ്. മേബ്ലിൻ ഫിറ്റ് മീ ഫൗണ്ടേഷൻ ആട്ടത്. പിന്നെ ഞാൻ ഒരു ബ്ലെൻഡർ എടുത്തിട്ടുണ്ട്. അപ്പോൾ വളരെ കുറച്ച് മാത്രം എടുത്തിട്ട് അപ്ലൈ ചെയ്യുന്നുള്ളൂ. വളരെ കുറച്ച് എടുത്തിട്ടുള്ളത് നല്ലതുപോലെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. അപ്ലൈ ചെയ്യുന്നത് പോൺസ് പൗഡറാണ്. എനിക്ക് പോൺസ് പൗഡർ റിഫ്രഷ്മെൻ്റ് ആണ് കിട്ടുക. ഞാൻ കോമ്പാക്ട് പൗഡർ ചിലപ്പോഴൊക്കെ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് പൗഡർ ഇടാമെന്ന് വിചാരിച്ചു. അപ്ലൈ ചെയ്യുന്ന ഒരു ബ്ലഷാണ്. ഇത് പ്ലമ്മിൻ്റെ ഒരു ബ്ലഷാണ് കേട്ടോ. അപ്പോൾ ഞാൻ ബ്രഷ് യൂസ് ചെയ്തിട്ട് ഞാൻ ഇത് അപ്ലൈ ചെയ്യാണ്. ഇങ്ങനത്തെ ഒരു ഷെയ്ഡാണ്. സോ ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് ഐബ്രോ ഫില്ലിങ്, ഐ മേക്കപ്പ് ഒക്കെയാണ്. അപ്പം ഞാൻ ഐബ്രോ ഫില്ലിങ്ങിന് ഒരു ബ്രഷും യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഐ ലാഷസിനായിട്ട് മസ്കാരയായിട്ട് അപ്ലൈ ചെയ്യുന്നത് ബ്ലൂ ഹെവൻ്റെ ആണ്. ഇത് അത്യാവശ്യം ലാസ്റ്റ് ചെയ്യുന്ന ഒരു അടിപൊളി ആയിട്ടുള്ള ഒരു മസ്കാരയാണ് കേട്ടോ. പിന്നെ മേബ്ലിൻ്റെ ആണ് ഞാൻ ഐലൈനറായിട്ട് യൂസ് ചെയ്യുന്നത്. സോ ഞാൻ മിററിൽ നോക്കി ചെയ്തിട്ട് വരാം. ഇതിൽ നോക്കി ചെയ്താൽ ഷേപ്പൊക്കെ മാറിപ്പോകാൻ ചാൻസ് ഉണ്ട്. സോ ഞാൻ ചെയ്തിട്ട് വേഗം വരാം. ഡ്രസ്സൊക്കെ ഫിൽ ചെയ്ത് വന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കോംബ് ചെയ്ത് കൊടുക്കാം. ഓക്കെ. സോ ഗുഡ് വൈബ്സിൻ്റെ ലിപ്സ്റ്റിക്കാണ് ഞാൻ അപ്ലൈ ചെയ്തിട്ടുള്ളത്. സോ അങ്ങനെ മേക്കപ്പ് എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ജസ്റ്റ് ഇനി ഇയറിങ്സും ബാങ്കിങ്സ് ബ്രേസ്ലെറ്റ് ഒക്കെ ഇട്ടിട്ട് സോ എല്ലാ മേക്കപ്പ് എല്ലാം കംപ്ലീറ്റ് ആയിട്ടുള്ള ഹെയർ സ്റ്റൈലൊക്കെ ഔട്ട്ഫിറ്റ്, ഇന്നത്തെ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ. ബൈ.